രതീഷ് ഔട്ടായി എന്ന് പറയുന്ന ഒരു സംഭവം കേൾക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. ആൻഡ് ഞാൻ ശരിക്കും ഞെട്ടി വൈ എന്നുള്ളൊരു ഇത് വന്നു. ഒന്ന് എനിക്ക് പ്രേക്ഷകരോടാണ് ചോദിക്കാനുള്ളത്, വോട്ട് കുറവിന്റെ ബേസിലാണ് രതീഷ് ഔട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എങ്ങനത്തെ കണ്ടസ്റ്റന്റിനെ വേണ്ടേ? സീസൺ 5 മുഴുവൻ ഉറക്കം തൂങ്ങലായിരുന്നു, റിസോർട്ടായിരുന്നു, അതായിരുന്നു ഇതായിരുന്നു, കണ്ടന്റ് ഇല്ലാന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. രതീഷ് അവിടെ എത്ര വെറുപ്പിച്ചിട്ടാണെങ്കിലും രതീഷ് കൊടുക്കുന്ന അത്ര ഒരു കണ്ടന്റ് അവിടെ വേറെ ഒരു മനുഷ്യ കുഞ്ഞും കൊടുക്കണില്ലെന്ന് ഞാൻ പറയും. അപ്പൊ ഇത്രയും കണ്ടന്റ് കൊടുത്തിട്ടും വോട്ട് ലോ ആയതുകൊണ്ട് രതീഷ് ഔട്ടായെന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേര് ഉറങ്ങുന്ന കുറച്ച് സമയത്ത് മാത്രമേ കണ്ടന്റ് ഇല്ലായ്മയുള്ളൂ, ബാക്കി എല്ലാ സമയത്തും അവിടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ലൈക്ക് രതീഷിന് അത്യാവശ്യം സപ്പോർട്ടും ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയറിങ് ടു മാരാർ ആദ്യമൊക്കെ ഈ പറഞ്ഞ മാതിരി വെറുപ്പിക്കലായിരുന്നു, മാരാർ ഭയങ്കര അഹങ്കാരിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ലാലേട്ടൻ ചീത്ത പറയുകയും പുറത്ത് വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻഡിൽ എന്താണ് സംഭവിച്ചത്? പുള്ളി കപ്പെടുത്തോണ്ട് പോയി. സോ അതേപോലെ തന്നെ നമ്മുടെ രതീഷിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും രതീഷ് കുറച്ചും കൂടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ പുള്ളി നല്ല രീതിയിൽ ലീഡ് ചെയ്യുമായിരുന്നു. എന്റെ പേഴ്സണൽ അറിവില് ഞാൻ അന്വേഷിച്ചൊരു ഇതിൽ വെച്ച് നോക്കിയിട്ട് ഇത് വോട്ട് കുറവിന്റെ ഒരു ഭാഗമായിട്ട് തോന്നുന്നില്ല. സുരേഷ് ഏട്ടനായിട്ടുള്ള ഇഷ്യൂവിന്റെ എന്തോ ഒരു സംഭവം കേസോ കാര്യങ്ങളോ എന്തോ പുറത്ത് പൊട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം പുറത്തായിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടാവുക. കാരണം രതീഷ് ഇല്ലെങ്കിൽ നോക്കിക്കോ, ഇനിയിപ്പോ രതീഷ് ഔട്ടായിന്ന് വെച്ചോ, എന്ത് തന്നെയാണെങ്കിലും അറിയില്ല. നമ്മളിപ്പോ ഞാൻ ഇത്ര കാര്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു ഭൂരിഭാഗം ആൾക്കാർക്ക് ഇവൻ എന്തേ കാണിക്കുന്നത് എന്നുള്ള രീതി ചിലപ്പോൾ ഇഷ്ടക്കേട് തോന്നിയിട്ടുണ്ടാവുമെങ്കിൽ ആളുകൾ ഓരോ ടൈപ്പാണല്ലോ, നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനത്തെ രീതിയിലാണെങ്കിലും മുന്നോട്ട് പോകുമ്പോഴും രതീഷിനെ ബീറ്റ് ചെയ്ത് നിൽക്കുന്ന, രതീഷിന് എത്രയും കണ്ടന്റ് കൊടുക്കുന്ന ഒരാൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉറങ്ങി വരുന്ന ഒരു സീസൺ ആയിരിക്കും ഇനിയിപ്പോ തുടങ്ങാൻ പോകുന്നത്. ഇനിയിപ്പോ എന്ത് ഔട്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു എന്താ പറയാ, വളരെ ദൂരേന്ന് കേൾക്കുന്ന ഒരു ന്യൂസാണ്. എത്രത്തോളം അതിനകത്ത് ഉറപ്പുണ്ടെന്ന് എനിക്കറിയത്തില്ല. സോ എന്ത് തന്നെയാണെങ്കിലും ഒന്നില്ലെങ്കിലും കേസിൽ സാധനം എന്തോ ഒരു സാധനം പുറത്ത് പൊട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വോട്ട് കുറവെന്നുള്ള രീതിയിലാണ് സാധനം പോയിട്ടുണ്ടാവുക. ഇനിയുള്ളതിൽ ബാക്കി പ്രതീക്ഷ ഔട്ടായെന്ന് വെച്ചോ, ബാക്കി അതിൻ്റെ ഉള്ളിൽ ആരാണ് കണ്ടന്റ് തരുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ. ഗബ്രി എന്തെങ്കിലും തരുന്നുണ്ടോ? ജാസ്മിൻ എന്തെങ്കിലും തരുന്നുണ്ടോ? യമന ചേച്ചി എന്തെങ്കിലും തരുന്നുണ്ടോ? ജിൻഡോ എന്താണ് ചെയ്യുന്നത്? ജിൻഡോ ഓപ്പൺ ആയിട്ട് പറഞ്ഞു എനിക്കൊരു പിടുത്തവും കിട്ടണില്ലാന്ന്. റോക്കി ആണെങ്കിൽ പഠിപ്പിക്കാനും അതിനൊക്കെ ആയിട്ട് നടക്കുന്നത്, സിജു ആണെങ്കിൽ ഹീറോ ആയിട്ട് നിൽക്കുന്നു, സൂപ്പർ സ്റ്റാർ ആവാനുള്ള പണിയെടുക്കുന്നു. സോ എല്ലാവരും അപ്പനാന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഓവറോൾ എന്റർടൈനർ പറഞ്ഞ ഒരാൾ അതിൻ്റെ ഉള്ളിൽ ഇല്ല. ഇപ്പൊ ചോറിയാണെങ്കിലും എന്റർടൈൻമെന്റ് ആണെങ്കിലും എന്താണെങ്കിലും എല്ലാവരും രതീഷിനോട്ട് നോക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം പുള്ളിയായിട്ട് ഇറക്കുന്നുണ്ട്. പക്ഷെ മറ്റാരും അവിടെ ടു ബി ഫ്രാങ്ക് ഇറക്കുന്നില്ല എന്ന് തന്നെ പറയും. എനിക്ക് പേഴ്സണലി ഭയങ്കര കഷ്ടമായിട്ട് തോന്നി. കാരണം വാപോയ വാക്കത്തി പോലെ ആളിങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു പാവം മനുഷ്യനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഔട്ടായി എന്ന് കേൾക്കുന്നു, നോക്കാം എന്താണ് എന്നുള്ളത്. അതൊരു ഫേക്ക് ന്യൂസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം നോക്കിക്കോ, രതീഷ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു എപ്പിസോഡ് തൊട്ട് ആ ഒരു വൈബ് അവിടെ ഉണ്ടാവത്തില്ല.